എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഈ 2025 ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ എഴുതുവാൻ പോകുന്നത്. സോ അത്തരത്തിലെ ആദ്യത്തെ 2 ഘട്ട പരീക്ഷകൾ എഴുതി മാറി. അതായത് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയും സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളും ക്ലാസ് 1 ബാങ്കുകളിലേക്കുള്ള നമ്മുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളും നമ്മൾ 2 ഘട്ടങ്ങളിലായിട്ട് എഴുതി മാറി. അതായത് നമുക്ക് അവിടെ നിന്നും 200 ചോദ്യങ്ങൾ കിട്ടി. ആ 200 ചോദ്യങ്ങളും ഏതൊക്കെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ വന്ന അവസാനത്തെ പരീക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതോടുകൂടി ആ ഒരു പരീക്ഷ കൂടി അവസാനിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടി വലിയ ആത്മവിശ്വാസത്തോടു കൂടി തയ്യാറെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യതയാണ്. അപ്പോൾ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യ 2 ഘട്ട പരീക്ഷയിൽ നിന്നും അവരുടെ മാത്സിനകത്ത് എന്തൊക്കെ സജഷനാണ് എന്ന് അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അത് പോൾ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള മറുപടി അപ്പം നിങ്ങൾക്ക് ഒരേ സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞത്, സാറേ ഞങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങളുടെയും ഉത്തരം പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്നാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ട് മാത്സിനകത്തെ ചില മാർക്കുകൾ അവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. സോ അത്തരം വസ്തുതകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, നിങ്ങൾ ഓരോ ടോപ്പിക്കിൻ്റെയും ചോദ്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് പഠിച്ച് വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ. നിങ്ങൾക്ക് എത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ പോലും, ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് അറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അറിയാമെങ്കിലും നിങ്ങളൊരു ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10-20 ചോദ്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തു പഠിച്ച് അവിടുന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം എക്സാം ഹാളിലേക്ക് കടക്കുവാൻ. അപ്പം അതുകൊണ്ട് പരീക്ഷകളിൽ ആദ്യ 2 പരീക്ഷകളിൽ വന്നുപോയ വീഴ്ചകൾ ഇനി അടുത്ത ഘട്ട പരീക്ഷ എഴുതുമ്പോൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അവിടെ നിന്നും നമ്മൾ പഠിച്ചു പോയ പാഠങ്ങൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളത് പ്രയോഗിക്കണം എന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗം. സോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഇപ്പൊ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ ചോദ്യങ്ങളുടെ മാത്സിന്റെ നിലവാരം എന്ന് പറയുന്നത് പഴയ 2 ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് വരുത്തില്ല, അതിൽ നിന്ന് താഴെ നിൽക്കും. ആ ഒരു നിലവാരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, മാത്സിനകത്തെ 10 മാർക്ക് നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു മിഷനാക്കി മുമ്പിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് ഇത്ര സമയമെങ്കിലും നിങ്ങളൊരു ടോപ്പിക്ക് ചെയ്ത് പഠിക്കുവാൻ സമയം കണ്ടെത്തി വേണം മുമ്പോട്ട് പോകുവാൻ. അതിൽ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കരുത്. സോ മാത്സിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എല്ലാ തവണയും പറയുന്നത് പോലെ, എടാ കുഞ്ഞുങ്ങളെ, മാത്സിനകത്ത് നിങ്ങൾക്ക് 9 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മെന്റൽ എബിലിറ്റി പോർഷൻ അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കവിടെ 13 ടോപ്പിക്കുകൾ പഠിക്കുവാനുള്ളതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ 9ഉം 13ഉം 22 ടോപ്പിക്കുകളാണ് മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന വലിയൊരു ഭാഗം അതിനകത്തുള്ളതും. അവിടെ നിന്നും 10 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് വരുന്നത്.
വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ ടോപ്പിക്കും, ഇപ്പം നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുന്നു, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ റിവിഷൻ നടത്തി വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ. സോ ഇന്നത്തെ ക്ലാസ് അതാണ്ടേ 7ാമത്തെ ടോപ്പിക്ക്, അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാ നോക്കിക്കോ, 1ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ: എ മാൻ ഈസ് traveling from A to B with a speed of 30 km/h and returns back with a speed of 20 km/h. Find out his average speed of entire journey. ഇതാണ് ചോദ്യം. ഒരു മനുഷ്യൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് 30 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ച് 20 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ ശരാശരി വേഗത എത്ര, അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. പലതവണ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ആവറേജ് സ്പീഡാണ് വേണ്ടത്. ഇവിടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ദൂരം തുല്യമല്ലേ? ദൂരം തുല്യമല്ലേ? അങ്ങനെ ദൂരം തുല്യമായിരിക്കുകയും രണ്ട് വേഗതകളും തന്നു കഴിഞ്ഞാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y അല്ലേ? ദൂരം തുല്യമായിരിക്കുകയും രണ്ട് വേഗതകളും തന്നിട്ട് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇതാ പിടിച്ചു. എക്സും വൈയും സ്പീഡുകളാണ്. ഇതാണ്ടേ 2 ഇൻറ്റു കുഞ്ഞുങ്ങളെ എക്സിന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 30, എക്സിന്റെ വില 30. വൈയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്പീഡ് 20 ഡിവൈഡഡ് ബൈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ 30ഉം 20ഉം കൂടെ കൂട്ടിയാൽ 50, 50, 50, 50. താഴെ കിടക്കുന്ന ഈ പൂജ്യവും മേളിൽ കിടക്കുന്ന ഈ പൂജ്യവും കൂടെ കട്ട് ചെയ്തു. ദാ പിടിച്ചു, 5ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. കുഞ്ഞുങ്ങളെ 5ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 30. ഇനി എല്ലാം കൂടെ ഗുണിക്കുക. 2ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 12, 12ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 24. ആൻസർ 24. 24 km/h എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് പെട്ടിയിലായി. ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ ദൂരം തുല്യമായിരിക്കുകയും രണ്ട് സ്പീഡും തരുവാണെങ്കിൽ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം. അങ്ങനാണെങ്കിൽ ദാ പിടി 2ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു പറയാം. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം ആൻസർ ഞാൻ പറയുന്ന ആൻസറുമായിട്ട് ക്ലബ് ആവുന്നുണ്ടോ നോക്കുക. ഇതാണ് പിടിച്ചു. അങ്ങോട്ട് പോയത് 40 km/h, ഇങ്ങോട്ട് വന്നത് 60 km/h. സോ ആ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇക്വേഷൻ വന്നു കാണും, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y, 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. എക്സും വൈയും തന്നിരിക്കുന്ന വേഗതകളാണ്, എക്സും വൈയും തന്നിരിക്കുന്ന വേഗതകളാണ്, മറന്നു പോകരുത്. സോ അങ്ങനാണെങ്കിൽ എക്സിന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 40, വൈയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ 60. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 ഇൻറ്റു എക്സിന്റെ വില 40, 40, 40, വൈയുടെ വില 60, 60, 60 ഡിവൈഡഡ് ബൈ 40ഉം 60ഉം കൂടെ കൂട്ടിയാൽ 40ഉം 60ഉം കൂടെ കൂട്ടിയാൽ 100, 100. താഴെ നിങ്ങൾ 100 എന്ന് എഴുതി വെക്ക്, താഴെ 100 എന്ന് എഴുതി വെക്കടാ. ഇനി താഴെ കിടക്കുന്ന 100ന്റെ പൂജ്യവും 60ന്റെ പൂജ്യവും കൂടെ കട്ടി. താഴെ കിടക്കുന്ന 10ന്റെ പൂജ്യം 40ന്റെ പൂജ്യം കട്ടി. എല്ലാം കഴിഞ്ഞു ഗുണിക്കുക.
2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 8, 2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 8, 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ 8 × 6, 8 × 6 48, 8 × 6 48, ഉത്തരം 48 km/h എന്ന് എഴുതി അവസാനിപ്പിക്കുക. 1 മാർക്ക് പെട്ടിയിലായി. അതായത് ദൂരം തുല്യമായിരിക്കുകയും 2 സ്പീഡും തന്നു കഴിഞ്ഞാൽ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy / x + y. പിടിച്ചോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാ പിടി. എ കാർ ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h ആൻഡ് റിട്ടേൺസ് ബാക്ക് ഫ്രം ബി ടു എ 30 km/h. ഫൈൻഡ് ഔട്ട് ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ജേർണി. എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഓരോരുത്തരും ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിടിച്ചു അടുത്ത ചോദ്യം. ദാണ്ടേ 2 ബൈക്സ്, 2 ബൈക്കുകൾ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ടുവേർഡ്സ് സെയിം ഡയറക്ഷൻ, ഒരേ ദിശയിലേക്ക് പോയി. അറ്റ് സെയിം ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h, 40 km/h റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ഔട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബൈക്സ് ആഫ്റ്റർ 4 hours. അതായത് ഒന്നുമില്ലടാ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 ബൈക്കുകൾ ഒരേ ദിശയിലെ പോയി. ഒന്നാമത്തെ ബൈക്കിന്റെ സ്പീഡ് 50 km/h, രണ്ടാമത്തെ ബൈക്കിന്റെ സ്പീഡ് 40 km/h. അങ്ങനെയാണെങ്കിൽ ചോദ്യകർത്താവ് ചോദിക്കുന്നു 4 മണിക്കൂറിന് ശേഷം ഇവന്മാര് തമ്മില് എത്ര അകലത്തിലായിരിക്കും? 4 മണിക്കൂറിന് ശേഷം എന്ത് അകലത്തിലായിരിക്കും എന്ന ചോദ്യം. ദാ പിടിച്ചോണേ. ദാണ്ടേ ഒന്നുമില്ല, സംഭവം വളരെ സിമ്പിൾ. നിങ്ങൾ പടം ഒന്ന് വരച്ചാൽ മാത്രം മതി. ഇത്ര ഉള്ളു പരിപാടി. ദാണ്ടേ നോക്കിക്കോണേ. ദാണ്ടേ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 ബൈക്കുകൾ ഒരേ ദിശ അങ്ങോട്ട് പോയി. ഒന്നാമത്തെ ബൈക്കിന്റെ സ്പീഡ് എത്ര? 50 km/h. ഒന്നാമത്തെ ബൈക്കിന്റെ സ്പീഡ് എത്ര? 50 km/h. അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ബൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഒന്നും കൂടെ പിടി. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒന്നാമത്തെ ബൈക്ക് 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ബൈക്ക്. അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര കിലോമീറ്റർ അകലത്തിലായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. എഴുതി വെച്ചു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ബൈക്ക് അതേ ദിശ അല്ലേ, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഒന്നാമത്തവൻ 1 മണിക്കൂർ കൊണ്ട് അവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ അവസ്ഥ എന്താന്ന് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നാമത്തെ ബൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 50 കിലോമീറ്റർ അകലത്തിലായിരിക്കും. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ബൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും. ദാണ്ടേ രണ്ടാമത്തെ ബൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ദാണ്ടേ ഇത്രയും. ഇത് ഒന്നാമത്തെ ബൈക്ക്, ഇത് രണ്ടാമത്തെ ബൈക്ക്. രണ്ടാമത്തെ ബൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ 2 ബൈക്കുകൾ തമ്മിലെ 1 മണിക്കൂർ കഴിയുമ്പോൾ എത്ര അകലമുണ്ടെന്ന് ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ ഇത്രയും 50 ആണ്, അതിൽ ഇത്രയും 40 ആണെങ്കിൽ ഈ ഒരു അകലം എന്ന് പറയുന്നത് 10 അല്ലേ ആണ്. അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ 2 വാഹനങ്ങൾ, ഈ 2 ബൈക്കുകൾ തമ്മിലെ 10 കിലോമീറ്ററിന്റെ ഗ്യാപ്പ് ആണെന്ന് മനസ്സിലായി. അതായത് 1 മണിക്കൂറിലെ ഗ്യാപ്പാണ് 10 കിലോമീറ്റർ. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ ആണെങ്കിൽ
1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിക്കുന്നു 4 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര, 4 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര, 4 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര എന്ന് ചോദിക്കുന്നു. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10, 2 മണിക്കൂർ 20, 3 മണിക്കൂർ 30, 4 മണിക്കൂർ 40. ഉത്തരം 40. ആൻസർ 40 കിലോമീറ്റർ എന്ന് എഴുതി അവസാനിപ്പിക്കുക. സിമ്പിൾ അല്ലേ? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ അല്ലേ? നമുക്ക് വേണ്ടത് 4 മണിക്കൂറത്തെ ഗ്യാപ്പ് അല്ലേ? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 10 കിലോമീറ്റർ ആണെങ്കിൽ 4 മണിക്കൂറത്തെ ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ 4 കൊണ്ട് ഗുണിച്ചാൽ പോരേ, മതി. ആൻസർ 40 കിലോമീറ്റർ എന്ന് എഴുതി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ ചോദ്യം അതേ മോഡല് ദാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ദാണ്ടേ, ഒന്ന് പിടിച്ചേ, ശ്രദ്ധിച്ച് ചെയ്യണം, ശ്രദ്ധിച്ച് ചെയ്തേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2 കാറ് സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് എ. 2 കാറുകൾ ഒരു പോയിന്റിൽ നിന്ന് യാത്ര തുടങ്ങി. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർദിശകളിലാണ് സഞ്ചരിക്കുന്നത്. ഒരെണ്ണം കിഴക്കോട്ടാണെങ്കിൽ ഒരെണ്ണം പടിഞ്ഞാറോട്ടാ, അതല്ല ഒരെണ്ണം തെക്കോട്ടാണെങ്കിൽ ഒരെണ്ണം വടക്കോട്ടാ. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 കാറുകൾ സഞ്ചരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാറിന്റെ വേഗത 45 കിലോമീറ്റർ പെർ അവർ, രണ്ടാമത്തെ കാറിന്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ദാ പിടിച്ചോ 5 മണിക്കൂർ കഴിയുമ്പോൾ ഇവന്മാര് തമ്മിൽ എത്ര അകലത്തിലായിരിക്കും എന്നാണ് ചോദ്യം. ഇതാണ്ടേ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ്. ഒന്നാമത്തെ വാഹനം അങ്ങോട്ട് പോയി, ഒന്നാമത്തെ കാർ, അവന്റെ സ്പീഡ് 45 കിലോമീറ്റർ പെർ അവർ. അപ്പൊ സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയായിരിക്കും അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അവൻ 45 കിലോമീറ്റർ അകലെയായിരിക്കും. രണ്ടാമത്തെ വാഹനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണേ, അങ്ങോട്ടല്ല ഇങ്ങോട്ടാ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവന്റെ സ്പീഡ് 40. അപ്പൊ 1 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ വാഹനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലത്തിലായിരിക്കും? 40 കിലോമീറ്റർ അകലത്തിലായിരിക്കും എന്ന് മനസ്സിലായി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒന്നാമത്തെ വാഹനം ഇരിക്കുന്നത് ഈ പോയിന്റിലാണ്, രണ്ടാമത്തെ വാഹനം ഇരിക്കുന്നത് ഈ പോയിന്റിലാണ്. സ്വാഭാവികമായിട്ടും ഇവന്മാര് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 45 40 കൂടെ കൂട്ടിയാൽ എത്ര? 45 40 കൂടെ കൂട്ടിയാൽ 85 കിലോമീറ്റർ അല്ലേ? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ അല്ലേടാ? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ ദാവിടി ചോദ്യം ഇതാണ്, 5 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് എത്ര? 1 മണിക്കൂറത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് 85 കിലോമീറ്റർ. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂറത്തെ എത്ര എന്ന് ചോദിച്ചാൽ ദാ പിടിച്ചു 85-നെ 5 കൊണ്ട് ഗുണിച്ചാ പോരെ. 1 മണിക്കൂറത്തെ ഗ്യാപ്പ് 85 കിലോമീറ്റർ ആണെങ്കിൽ 5 മണിക്കൂറത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് 85-നെ 5 കൊണ്ട് ഗുണിക്കുക. 5 5 25, ശിഷ്ടം 2, 8 5 40, 2 42, 425. ഇത്ര ഉള്ള പരിപാടി. ഉത്തരം 425 കിലോമീറ്റർ എന്ന് എഴുതി അവസാനിപ്പിച്ചാല് നമ്മുടെ വ്യക്തിയിലെ 1 മാർക്ക് സെറ്റ്. ഇത്ര ഉള്ള പരിപാടി. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നാടെ ചോദ്യം. എ മാൻ ട്രാവലിംഗ് ഫ്രം ഹോം ഇതാണ് ഹോം ടു ഓഫീസ് with a speed of
15 km/h with a speed of 15 km/h and returns back with a speed of 10 km/h takes total of 4 hours. ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോം ടു ഓഫീസ് എന്നാണ് ചോദ്യം. ഒന്നുമില്ല, സിമ്പിളാ. അതാണ്ടേ, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി എന്ത് സ്പീഡിലാ പോയത്? അങ്ങോട്ട് പോയ സ്പീഡ് എന്ന് പറഞ്ഞാല് 15 km/h സ്പീഡിലാണ് പോയത്. ഇങ്ങോട്ട് വന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വന്നത് 10 km/h സ്പീഡിലാണ്. അങ്ങോട്ട് പോയത് 15, ഇങ്ങോട്ട് വന്നത് 10. രണ്ടിനും കൂടെ എടുത്ത് ആകെ സമയം 4 മണിക്കൂർ. രണ്ടിനും കൂടെ എടുത്ത് ആകെ സമയം 4 മണിക്കൂർ ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്, ഹോം ടു ഓഫീസ് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. സ്ഥിരം ചോദ്യം. അങ്ങോട്ട് ഒരു സ്പീഡിൽ പോയി, ഇങ്ങോട്ട് മറ്റൊരു സ്പീഡിൽ വന്നു. രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം തരും. ആകെ സമയവും തരും. ചോദ്യം, ഹോം ടു ഓഫീസ് ഡിസ്റ്റൻസ് എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്. വീടും ഓഫീസും തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് ചോദ്യം. സോ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ആ ഹോം ടു ഓഫീസ് ദൂരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇതാണ്ടേ, ഇക്വേഷൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y കണ്ടോ, ഇൻറ്റു ടോട്ടൽ ടൈം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളൊരു 1/2 കൊണ്ടങ്ങ് ഗുണിക്കുക. പരിപാടി കഴിഞ്ഞു. ഇതാണ് എളുപ്പവഴി. എങ്ങനത്തെ ചോദ്യമാണെങ്കിൽ അങ്ങോട്ടൊരു സ്പീഡിൽ പോയി, ഇങ്ങോട്ടൊരു സ്പീഡിൽ വന്നു. ആകെ സമയം തന്നിട്ട് ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ദൂരം എത്ര എന്ന് ചോദിച്ചാൽ, ഒന്നും കൂടെ, അങ്ങോട്ടൊരു സ്പീഡ് x km/h പോയി, ഇങ്ങോട്ട് y km/h വന്നു. രണ്ടിനും കൂടെ വേണ്ടി വന്ന ആകെ സമയം തന്നതിന് ശേഷം ദാണ്ട് ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ഇൻറ്റു ടോട്ടൽ ടൈം ഇൻറ്റു 1/2. വേണമെങ്കിൽ ദാണ്ടേ ഈ രണ്ടും കൂടെ കളയാം. സെറ്റ്. കളഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ഇൻറ്റു ടോട്ടൽ ടൈം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ദാണ്ടേ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവാം. എക്സിന്റെ വില 15, വൈയുടെ വില 10. 15ഉം 10ഉം കൂടെ കൂട്ടിയാൽ 25. ആകെ സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ആകെ സമയം 4 മണിക്കൂറാണെന്ന് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. വെട്ടിക്കോ. ദാണ്ടേ 25ഉം 15ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 25നെ 5 കൊണ്ട് ഹരിച്ച 5, 15നെ 5 കൊണ്ട് ഹരിച്ച 3. 5ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 10. 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 6. 6 × 4 24. ഉത്തരം 24 കിലോമീറ്റർ എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഒന്നും കൂടെ പിടിച്ചോ. ഒരാള് ദാണ്ടേ ഇവിടുന്ന് അങ്ങോട്ട് x km/h വേഗതയിൽ പോയി, അവിടുന്ന് ഇങ്ങോട്ട് മറ്റൊരു സ്പീഡിൽ വന്നു. രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം തന്നിട്ട് ചോദ്യകർത്താവ് ചോദിക്കുന്നു ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള ദൂരം എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി അടിച്ചോണം xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ഇൻറ്റു ആകെ സമയം. ഇത്രയുള്ള പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ ദാണ്ടേ ഈ ചോദ്യം നോക്കിക്കേ. ഒരു മനുഷ്യൻ അങ്ങോട്ട് 30 km/h വേഗതയിൽ പോയി, ഇങ്ങോട്ട് 20 km/h വേഗതയിൽ വന്നു. രണ്ടിനും കൂടെ എടുത്ത ആകെ സമയം 6 മണിക്കൂറാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, എ മുതൽ ബി വരെയുള്ള ദൂരം എത്രയാണെന്നാണ് ചോദ്യം. അടി xy, എക്സിന്റെ വില 30,
എക്സിന്റെ വില 30, വൈയുടെ വില 20, വൈയുടെ വില 20, എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക. ഇതാണ്ടേ ആ രണ്ട് സ്പീഡുകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ സ്പീഡുകൾ തമ്മിൽ കൂട്ടുക, 30ഉം 20ഉം കൂടെ കൂട്ടിയാൽ 50, ഇൻറ്റു തന്നിരിക്കുന്ന സമയം 6. ഇനി വെട്ടിക്കൂ, താഴെ കിടക്കുന്ന ഈ 0 കട്ട്. ഓക്കെ അല്ലേ? 5ന്റെ 6ാമത്തെ ഗുണിതമാണ് 30. 5ന്റെ 6ാമത്തെ ഗുണിതമാണ് 30. 6ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 36. ആ 36നെ ഈ 2 കൊണ്ട് ഗുണിച്ചാല് 36 × 2 72. ഉത്തരം 72 കിലോമീറ്റർ എന്നെഴുതി അവസാനിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്ത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മളുടെ പരീക്ഷകളുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ സജഷൻ പ്രകാരം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും അതുകൂടി പരിചയപ്പെടുത്തും. ഇനി നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ കഴിഞ്ഞു പോയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഒരു കാരണവശാലും പഠനത്തിൻ്റെ ചൂട് വിട്ടുപോകാൻ പാടില്ല. വലിയ ആത്മവിശ്വാസത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി വരാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചേക്കാം. ആ പരാജയങ്ങളിൽ നിന്നും കുറെ അധികം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും 2026 എന്ന് പറയുന്ന വർഷത്തിലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സഹകരണ ബാങ്കിലേക്ക് നിങ്ങളുടെ ഒരു ഉദ്യോഗ ജീവിതം തുടങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ച് തുടക്കക്കാരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് 6 മാസം കൊണ്ട് എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും വീക്കിലി നമ്മൾ ഈ പറഞ്ഞ റിവിഷൻ ക്ലാസ്സുകളും അതിൻ്റെ മോഡൽ എക്സാമുകളും OMR എക്സാമുകളും ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 6 മാസം കൊണ്ട് തുടക്കക്കാർക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ സിലബസ് ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്ന രീതിയിൽ എൻറ്റയർ സിലബസ് CCയിലെ ഏറ്റവും മികച്ച സഹകരണ മേഖലയിൽ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകർ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മിഷൻ ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ എത്തിക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.